ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി, പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്, പെട്രോൾ ലീക്കായിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ നിലവിൽ അതിൻ്റെ പെട്രോൾ പൈപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൈപ്പ് നമ്മൾ മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം കാർബറേറ്റർ അസംബ്ലി കൂടി ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകം നമ്മളിപ്പോൾ പറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വണ്ടിയുടെയും കാർബറേറ്റർ അസംബ്ലി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ പെട്രോൾ ഓവർഫ്ലോൻ്റെ കേസ് റിപ്പീറ്റ് വരാനുള്ള സാധ്യത ഏകദേശം ഒരു 90%. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ നമ്മൾ കാർബറേറ്റർ അസംബ്ലി മാറ്റി വെക്കാനാണ് തരുള്ളൂ കേട്ടോ. അതല്ലാതെ കൊണ്ട് ആ കംപ്ലയിൻറ്റ് റെഡി ആവില്ല. ഇപ്പോൾ തൽക്കാലം അഴിച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. സ്ലോ ജെറ്റ് ഫ്ലോട്ട് വാൽവൊക്കെ അത് തന്നെ പഴയത് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. പെട്രോൾ പൈപ്പ് മാത്രമാണ് നമ്മൾ മാറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ കേട്ടോ. എന്നാലാണ് അത് റെഡി ആവുള്ളൂ. കുറച്ച് നാളത്തേക്ക് മാറിയിരിക്കും ആ കംപ്ലയിൻറ്റ്. അപ്പോൾ അതിന് കാർബറേറ്റർ അസംബ്ലി മാറ്റി വെച്ചാൽ തന്നെയാണ് ക്ലിയർ ആവുള്ളൂ. ഇപ്പോൾ തൽക്കാലം ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ.